വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. आए हुए सभी लोगों को मसीह की जलाली नाम में प्यार भरा सलाम देता हूँ. ഞങ്ങൾക്ക് കുടുംബമായിട്ട് എൻ്റെ ഭാര്യ സജിനി ഞങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ നടുവിലായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. हम परिवार के साथ आपके बीच में मेरे धर्मपत्नी सजनी भी है. हम आपके साथ में आए इसलिए बहुत खुश है हम लोग. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. मैं आज बहुत खुश हूँ. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് ഫെയ്സിൽ, അൻവർ ഫെയ്സിൽ. അദ്ദേഹത്തിൻ്റെ TV സ്റ്റേഷനിൽ കാലിഫോർണിയയിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പാകിസ്ഥാനിലാണ്. അങ്ങനെ പാകിസ്ഥാനിലുള്ള അനേക പ്രിയപ്പെട്ടവരെ ഖത്തറിൽ വെച്ച് സ്നാനപ്പെടുത്തുവാനും ഈ കോൺഗ്രിഗേഷനിൽ പ്രസംഗിപ്പാനും ദൈവം എനിക്ക് നല്ല അവസരം തന്നിട്ടുണ്ട്. मेरा बहुत अच्छा दोस्त है हमारे पासवान जी अनवर फैसल जी. उनके पास जाकर हम लोगों ने सेवकाई की है और खास करके कतर में बहुत सारे पाकिस्तानी भाइयों बहनों को मैंने बपतिस्मा कराने का मौका अमीन खुदावन ने मुझे दिया हुआ है. ഞാനും പാസ്റ്ററുമായിട്ട് ആദ്യമായിട്ടാണ് കണ്ടത്. ഞങ്ങൾക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അധികമൊന്നും മിണ്ടിയിട്ടില്ല. എന്നെ ഇവിടെ വിളിച്ചതിൽ പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. ഐ ലവ് യു. കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കട്ടെ. मैं पास्टर जी से पहली बार मुलाकात किया हूँ, लेकिन भाषा की अंतर में हम लोग ज़्यादा बात नहीं कर पाए, लेकिन मैं आपसे बहुत मोहब्बत करता हूँ. परमेश्वर आपको आशीष करे. എൻ്റെ സ്പിരിച്വൽ സണ്ണാണ് പാസ്റ്റർ അനീഷ്. मैं इनका आत्मिक पुत्र हूँ. मेरा नाम पास्टर अनीश है. അദ്ദേഹവും ഞങ്ങൾ ഒരുമിച്ചും അദ്ദേഹവും പലയിടങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. मैं भी कई जगह अमीन देशों में राज्यों में जाकर परमेश्वर की सेवकाई कई भाषाओं में करता हूँ. ആമേൻ. मैं ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വചനം, യു ആർ ക്യാരിയിങ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഗ്ലോറി. നിങ്ങൾ ദൈവമഹത്വത്തിൻ്റെ അന്തരീക്ഷം ചുമക്കുന്നവരാണ്. मैं यहाँ पे आज प्रचार करने वाला जो बात है वो अमीन आप परमेश्वर की अमीन जो जलाली को अमीन अमीन क्यारी करने वाले लोग हैं. ഹല്ലേലൂയ. हालेलुया. ആമേൻ. നിങ്ങളിൽ ക്രിസ്തു ഉള്ളതുകൊണ്ട് നിങ്ങൾ ആമേൻ ഈ ആത്മീയ അന്തരീക്ഷം നിങ്ങൾ ആമേൻ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. आपके अंदर यीशु मसीह है, इसलिए जो आप जो है ये एटमॉस्फेयर, ये जो ग्लोरी को आप लोग लेके चल रहे हैं. ദൈവത്തിന്റെ ഗ്ലോറി നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ എവിടൊക്കെ ചെല്ലുന്നോ അവിടെല്ലാം സീസണുകൾ ഷിഫ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. आप यीशु मसीह को लेकर उसकी महिमा को लेकर चलेंगे तो आप जहां पे जाएंगे मौसम बदल जाएंगे. ഹല്ലേലൂയ. हालेलुया. അടുത്ത 40 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ചില ഷിഫ്റ്റിംഗ് നടക്കാൻ പോകുന്നു. ചില മിറക്കിൾസ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. आने वाले 40 दिनों के अंदर में आपकी जीवन में बदलाव आने वाला है. ഹല്ലേലൂയ. താലി ബജാവോ. ഹല്ലേലൂയ. ताली बजाकर परमेश्वर की महिमा करो. ഹല്ലേലൂയ. നിങ്ങളുടെ സീസൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആമേൻ ഓർത്തോണം, നിങ്ങളുടെ ലെവലുകൾ മാറുകയാണ്. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തുകയാണ്. जब आपका मौसम बदलता है, आपके अंदर में जब मौसम बदलता है तो क्या हालातों के अंदर में बदलाव आती है. ആമേൻ. ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സ് 6 പറയുന്നു, അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളതും നിനക്ക് തരുന്നു, നസ്രേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് കൽപ്പിച്ചു. प्रवृत्तियों के काम उसका 3 अध्याय 6वां वाक्य, एक्ट्स चैप्टर 3 उसका 6वां वाक्य में पत्रोस ने कहा, चांदी और सोना तो मेरे पास नहीं है, परंतु जो मेरे पास है वो तुझे देता हूं. यीशु मसीह नासरी के नाम से उठकर चल. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നയിക്കപ്പെടുക.
मीन पवित्र आत्मा की साथ में चलो. ഒരാളിൽ ഉള്ളത് മാത്രമേ വേറൊരാൾക്ക് കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. आपके पास जो है वही दूसरे व्यक्ति को आप दे सकते हैं. അവൻ നിങ്ങളിൽ ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് അത് പകരപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. आपके अंदर में पवित्र आत्मा है तो दूसरे व्यक्ति के अंदर में वो पवित्र आत्मा आप दे सकते हैं. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, प्रभु यीशु मसीह ने अपने चेलों को ऐसा कहा, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. हमें मेरे से सुनने वाले जो पिता का दान है उसके लिए इंतजार करना. ആ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. वो दान है पवित्र आत्मा का दान. ഹല്ലേലൂയ. हालेलुया. ആമേൻ. ഒരു കർത്താവായ യേശു ക്രിസ്തു തനിക്കുള്ള ഏറ്റവും വിലപ്പെട്ട ഒന്ന് നമുക്ക് വേണ്ടി അവൻ ദാനമായി നൽകി തന്നു. प्रभु यीशु मसीह ने जो सबसे कीमती दान जो दिया है वो पवित्र आत्मा का दान है. അത് പരിശുദ്ധാത്മാവാണ്. अमीन वो पवित्र आत्मा है. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ पवित्र आत्मा जब हमारे ऊपर आए तो your whole situation will be changed. आपका जीवन में बदलाव आता है. ആത്മശക്തിയെ ജയിക്കുവാൻ अमीन आत्मा की शक्ति आया तो ഒരു ശക്തിക്കും കഴിയുകയില്ല. अमीन कोई भी शक्ति आपसे जीत नहीं सकता है. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ पवित्र आत्मा का जब शक्ति आपके ऊपर आया तो നിങ്ങളുടെ രോഗങ്ങൾ വിട്ടുപോകും. आप चंगाई पाएंगे. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിപ്പോകും. आपकी हालतें बदला जाएंगे. അതിന്റെ വാതിലുകൾ തുറക്കും. जो बंद द्वार है वो खुल जाएंगे. സയൻസ് ആൻഡ് വണ്ടേഴ്സ് നടക്കും. आप अद्भुत कार्य करेंगे. ഹല്ലേലൂയ. हालेलुया. പിന്നെ കർത്താവ് നമുക്ക് തന്നത് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. ആമേൻ. അത് പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല. അത് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ശക്തിയാണ് ഈ പരിശുദ്ധാത്മാവ്. अमीन जो परमेश्वर ने हमको दिया हुआ जो दान है वो सबसे कीमती है. उसका नाम पवित्र आत्मा है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നമ്മളിലുള്ള ആത്മ മനുഷ്യൻ ദിനം തോറും ശക്തിപ്പെടുകയും അത് വളരുകയും ചെയ്യണം. हमारे अंदर में जो वरदान है वो दिन ब दिन बढ़ता है और शक्ति पाता है. ആമേൻ. आमीन. നമ്മളെല്ലാവരും എക്സസൈസ് ചെയ്യും. हम लोग सब अमीन सुबह एक्सरसाइज करते हैं. നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യും. हमारे जो अमीन बॉडी जो बिल्ड करते हैं, നല്ല ആഹാരം കഴിക്കും. अच्छा खाना खाते हैं. അത് ഈ നശിക്കുന്ന ബോഡിക്ക് വേണ്ടിയാ. अमीन वो हम लोग अपने शरीर के लिए करते हैं. എന്നാൽ നശിക്കാത്ത അകത്തെ ഒരു മനുഷ്യനുണ്ട്. लेकिन हमारी जो अंदर में जो आत्मा है, ആ മനുഷ്യന് വേണ്ടിയ വചനം അവൻ നാം ദിനംതോറും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. अमीन उस आत्मा के लिए हम लोग रोज वचन पढ़ते हैं. അത് അകത്തെ മനുഷ്യനാണ്. अमीन रोज जो प्रार्थना करते हुए अंदर का व्यक्ति के लिए है. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ നിൽക്കാനാണ് ഈ ആത്മാവിനെ നമുക്ക് തന്നത്. अमीन जो हमारा अंदर का जो आत्मा है वो शक्ति की ओर से रहने के लिए यह पवित्र आत्मा का शक्ति हमारे अंदर दिया ഈ हुआ है. ആത്മശക്തി ഒരു ഷോർട്ട് ടൈമിലേക്കല്ല, ഒരു ലോങ് ടൈമിലേക്ക് യേശു നമുക്ക് തന്നിരിക്കുകയാണ്. अमीन ये जो पवित्र आत्मा है कुछ दिनों के लिए और कुछ देर के लिए नहीं दिया है, हरदम के लिए हमारे अंदर में दिया है. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് ഈ ആത്മശക്തിയിലാണ്. अमीन एक व्यक्ति जो है बपतिस्मा लेता है उसके अंदर में पवित्र आत्मा आता है. ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഈ ശക്തി ആവശ്യമാണ്. अमीन जो बपतिस्मा जो होता है उसके बाद जो है ये पवित्र आत्मा का दान आपके अंदर में आता है. ഇത് കഴിഞ്ഞ കർത്താവിനോട് ഒരുമിച്ച് യുഗായുഗം വസിക്കുവാൻ ഈ ശക്തി ആവശ്യമാണ്. अमीन जो ये शक्ति है आपको अनंत जीवन की ओर तक लेके जाता है. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നാം ഡാൻസ് ചെയ്യണം, കർത്താവിനെ വർഷിപ്പ് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിംഗ് ആണ്. इसलिए पवित्र आत्मा जिसके अंदर है वो अपनी बदन को हिलाकर हाथों को ताली बजाकर प्रभु की आराधना करना. ഹല്ലേലൂയ. ഹല്ലേലൂയ. हालेलुया. എനിക്ക് ഈ പാകിസ്ഥാനി വർഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ്.
मुझे जो आपकी जो पाकिस्तानी जो आराधना है बहुत अच्छा लगता है. നിങ്ങളുടെ എല്ലാ മ്യൂസിക്കും വളരെ ഭംഗിയായിരിക്കും. आपकी जो उपकरण है जो म्यूजिक इंस्ट्रूमेंट्स है बहुत നാം अच्छा लगता है. നിത്യതയിൽ ചെല്ലുമ്പോൾ हम लोग जब अनंत जीवन की ओर जाएंगे അവിടെ എവറി ടൈം വർഷിപ്പാണ്. वो वहां पे हर दम यही आराधना चलेंगे. അവിടുത്തെ വർഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുകയില്ല. वहां पे जो है आराधना रुकता नहीं है. അതൊരു നോൺ സ്റ്റോപ്പ് വർഷിപ്പാണ്. वो बिना रुकने वाला आराधना है. ഇവിടെ വർഷിപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ വർഷിപ്പ് ചെയ്യുവാൻ കഴിയൂ. जो यहाँ पे आराधना करता है वही ऊपर भी आराधना कर सकता है. ഹല്ലേലൂയ. हालेलुया. നാം അന്യ ഭാഷയിൽ ദൈവത്തെ പാടി ആരാധിക്കണം. अन्य भाषा बोलकर परमेश्वर की स्तुति करना हम लोग. आमेन. ഹല്ലേലൂയ. हालेलुया. ഭാഷയിൽ നാം ദൈവത്തെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാ ഭയവും ഡിപ്രഷനും ആൻസൈറ്റിയും എല്ലാം മാറിപ്പോകും. जब अन्य भाषा में हम प्रार्थना करते हैं, जब आराधना करते हैं, हमारे अंदर की भय, हमारे अंदर की एंजाइटी, हमारे अंदर की दर्द, हमारे दुख सब कुछ चले जाता है. ഹല്ലേലൂയ. हालेलुया. ഇപ്പോൾ നിങ്ങൾ ഒരു സ്പ്രിംഗ് സീസണിലേക്ക് കയറിയിരിക്കുകയാണ്. अभी हम लोग जो है जो मौसम है वो स्प्रिंग सीजन की ओर आए हैं हम लोग. ഈ സ്പ്രിംഗ് സീസൺ വരുമ്പോൾ ये जो स्प्रिंग की जो मौसम आता है, ഇവിടുത്തെ ചെടികളെല്ലാം പൂക്കുന്നു. यहाँ की जो बाहर की जो झाड़ है उसके अंदर सब फूल लगते हैं. അറ്റ്മോസ്ഫിയർ വളരെ ക്ലിയർ ആകുന്നു. आई मीन मौसम में बदलाव आता है. അവൻ വലിയ രസമുള്ളതായി മാറുന്നു. वो दिखने में बहुत अच्छा लगता है. ഇന്നു മുതൽ 40 ഡേയ്സിനുള്ളിൽ आज से 40 दिन के अंदर में ഈ സഭയിൽ ദൈവം ചില ചേഞ്ചസ് വരുത്തും. ये खलीसिया में परमेश्वर बदलाव लाने वाला है. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. आपकी जीवन की अंदर में खुदामंद बदलाव लाने वाला है. നഷ്ടപ്പെട്ട ജനറേഷൻ മടങ്ങി വരാൻ പോകുകയാ. हमारे जो बच्चे लोग हैं जो खोए हुए वो वापस आने वाला है. നിങ്ങളുടെ ജനറേഷൻ ചിലത് തിരിച്ചു വരും. आई मीन आपकी जो कुछ बच्चे लोग हैं जो नहीं आते वो यहाँ पे आने वाला है. ഹല്ലേലൂയ. हालेलुया. നിങ്ങളുടെ ജനറേഷൻ നഷ്ടപ്പെടുകയില്ല. आपकी जो जनरेशन जो पीढ़ी है वो कभी नष्ट नहीं होगा. അവൻ ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. परमेश्वर ने हमसे वायदा किया हुआ है. നിങ്ങളുടെ സന്തതിമേലും സന്താനത്തിന്മേലും ഞാൻ എന്റെ അനുഗ്രഹത്തെ പകരുകയില്ലയോ. आपकी जनरेशन के ऊपर में परमेश्वर बोल रहा है कि मैं अपनी आशीष देने वाला हूँ. അതുകൊണ്ട് നിങ്ങളുടെ ജനറേഷൻ നഷ്ടപ്പെടുകയില്ല. ജനറേഷൻ ഒരു പ്രോഫിറ്റായി ദൈവം മാറ്റാൻ പോകുകയാണ്. आमीन. इसलिए आपकी जो पीढ़ी है वो कभी नष्ट नहीं होगा, वो आपको लाभ होने वाला है. ഹല്ലേലൂയ. हालेलुया. ഒരു വലിയ ഹാർവസ്റ്റിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. बहुत बड़ा कटनी हमारे आमीन हार्वेस्ट हमारी खलीसिया में होने वाला है. നിങ്ങളുടെ ജീവിതത്തിലെ ചലഞ്ചസ്, आमीन आपकी जो जीवन की परेशानियां हैं, നിങ്ങളുടെ ട്രയൽസ്, आमीन आपकी जो दुख है, നിങ്ങളുടെ പ്രതികൂലങ്ങൾ आपकी जो आमीन प्रश्न है, എത്രയും വലുതാണോ അത്രയും ബ്ലെസ്സിംഗിലേക്ക് ദൈവം നിങ്ങളെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. कितना बड़ा दर्द दुख है उससे अधिक आशीष आप पाने वाले हैं. ഹല്ലേലൂയ. हालेलुया. നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുൻപിൽ പ്രശ്നമല്ല വലുത്, പ്രശ്നത്തെ പരിഹരിപ്പാൻ കഴിവുള്ള യേശുവാണ് വലിയവൻ. आपका कितना भी बड़ा कष्ट हो उससे बड़ा यीशु हमारे बीच में है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നിങ്ങളുടെ രോഗമല്ല വലുത്, നിങ്ങളുടെ രോഗത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും. आमीन आपकी इसलिए बीमारी बड़ा नहीं है, आपको चंगा करने वाला यीशु बड़ा है. ഹല്ലേലൂയ. हालेलुया. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ ശക്തീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം സംഭവിക്കാനിടയായി. आपके अंदर दिया हुआ पवित्र आत्मा की शक्ति में आज बल पाएंगे तो आपकी हालातों में बदलाव आने वाला है. ആമേൻ. आमीन. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1:8 പഠിക്കുമ്പോൾ आमीन प्रवृत्तियों का काम उसका ये पहला अध्याय 8वां वाक्य जब पढ़ते हैं, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ पवित्र आत्मा जब आपके ऊपर आएगा നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും.
आपके अंदर शक्ति बनने के बाद आप खाली यहूदिया और शमरिया और यरूशलेम में नहीं, दुनिया की कोने कोने तक जाएंगे. You are commissioned to be a glory carrier. നിങ്ങൾ ദൈവമഹത്വത്തെ വഹിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. आप परमेश्वर की महिमा को लेके चलने वाले चुने हुए लोग हैं. ആമേൻ. हालेलुया. നിങ്ങൾ ആരാണ്? आप लोग कौन है? ഈ ദൈവമഹത്വത്തെ വഹിക്കാൻ ഗ്ലോറി കാരിയറായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. परमेश्वर का महिमा को लेके चलने के लिए परमेश्वर ने आपको चुना हुआ है. हालेलुया. 40 വർഷം മുമ്പ് 40 साल की पहले ഞാൻ ഈ യേശുവിനെ കണ്ടുമുട്ടി. आमीन पासवान जी ने जो यीशु मसीह से मुलाकात किया, എന്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം വന്നു. मेरे जीवन में बदलाव आया. യേശു വലിയവനാണെന്ന് രുചിച്ചറിഞ്ഞു. हमें यीशु बड़ा मसीह है करके मेरे को पता चला. ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ उस दिन से लेके आज तक ഈ കർത്താവിന്റെ വേലയിൽ ശക്തിയോടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കും. ये मसीह की आमीन सेवकाई में शक्ति की ओर चला रहा है. ഒരു ദിവസം एक दिन ഞാൻ കർത്താവിന്റെ വേലയിൽ ഇരിക്കുന്ന സമയം ഞാൻ परमेश्वर का सेवकाई करते समय എന്റെ കയ്യിലെ മണിയെല്ലാം തീർന്നുപോയി. मेरे हाथ का जो पैसा है सब कुछ खत्म हो गया. ഒരു ദിവസം ഞാൻ പട്ടിണിയിരുന്നു. एक दिन जो था मैं भूखा बैठा, രണ്ടാം ദിവസവും ഞാൻ പട്ടിണിയിരുന്നു. दूसरा दिन भी मैं भूखा था, മൂന്നാം ദിവസവും ഞാൻ പട്ടിണിയിരുന്നു. तीसरा दिन भी मैं भूखा था. എനിക്ക് ഒരു ചായ കുടിക്കുവാൻ കൊതിയുണ്ട്. मेरे को एक चाय पीने की इच्छा हुई. ഞാൻ കർത്താവിനോട് പറഞ്ഞു, मैंने परमेश्वर से बोला എനിക്ക് വിശക്കുന്നു, मेरे को भूख लग रहा है, എനിക്ക് ഒരു ചായ വേണം मेरे को एक चाय चाहिए. എന്ന് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. वैसा मैं परमेश्वर से प्रार्थना किया. ഓ മൂന്നാം ദിവസം तीसरे दिन ദൈവം എന്നോട് പറഞ്ഞു, परमेश्वर ने मुझे बोला, അവൻ ഞാൻ നിന്റെ ജീവിതത്തിൽ മിറക്കിൾ ചെയ്യാൻ പോകും. मैं तेरे जीवन में अद्भुत कार्य करने वाला हूँ. ഞാൻ എന്റെ പ്ലേറ്റ് കഴുകി വെച്ചു. मैंने अपना प्लेट धोकर रखा. ഞാൻ ആ പ്ലേറ്റിന്റെ മുൻപിൽ മുട്ടുമടക്കി. मैंने वो प्लेट के सामने अपने घुटना टिका. ഏലിയാവിന് അപ്പവും ഇറച്ചിയും നീ കൊടുത്തു. जैसा एलिया नबी को अमीन ब्रेड और जैसा खाना दिया, അതുപോലെ എനിക്കും നീ ഖാന തരണം. अमीन उस वैसा ही मुझे भी खाना देना. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. प्रार्थना करते हुए रहा. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ मैं रोक कर प्रार्थना किया. ഒരാൾ എന്റെ ഡോറിൽ വന്ന് മുട്ടുന്നു. एक व्यक्ति मेरे दरवाजे पे क्या के खटखटाया. ഞാൻ ആ ഡോർ തുറന്നപ്പോൾ मैंने जब दरवाजा खोला, ഒരു പ്രായമുള്ള മാതാവ് വന്ന് നിൽക്കുകയാണ്. एक अमीन अमीन उम्र भरा हुआ एक अमीन बुजुर्ग आके खड़ा हुआ है. ഞാൻ ചോദിച്ചു എന്താ വന്നത്? मैंने पूछा क्यों आए. ഇന്നലെ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു. कल रात को परमेश्वर ने मुझे बोला, അവൻ എന്റെ മകൻ പാസ്റ്റർ സാമച്ചന് ആഹാരമില്ലാതിരിക്കുന്നു, നീ വേഗം ആഹാരം റെഡിയാക്കി കൊണ്ടുപോ എന്ന രാത്രിയിൽ ഒരാൾ പറഞ്ഞു. परमेश्वर ने उनको बोला कि जो मेरा बेटा जो पास्टर सामचन है वो भूखा है, उसको खाना लेके जाके दे. ഞാൻ ഒരു കിറ്റ് കൊണ്ടുവന്ന ആ മാതാ, वो जो माता है मेरे लिए एक थैली लेके आया, किट लेके आया. ഞാനത് തുറന്നപ്പോൾ मैं जब इसको खोला तो ബ്രേക്ക്ഫാസ്റ്റ്, अमीन उसके अंदर में ब्रेकफास्ट रखा हुआ है. വീണ്ടും അടുത്ത പൊതി കഴിച്ചു. जब दूसरा डब्बा खोले तो അത് ലഞ്ച്. उसके अंदर में जो दोपहर का खाना था, लंच था. എന്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി. उस दिन से मेरे जीवन में बदलाव आना चालू हुआ. ആ മാതാവ് പോകുമ്പോൾ वो जब माता जी जब गए, ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നു. एक मुझे भेंट देकर गया. 3 മാസം എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ പൈസ ഉണ്ടായിരുന്നു. 3 महीना खाना खाने के लिए मुझे पैसा देके गई हो. ദൈവം നല്ലവനാണ്. अमीन यीशु मसीह अच्छा है. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളല്ല വലുത്, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവാണ് വലുത്. आपके जीवन में आपका अमीन जो प्रॉब्लम है वो बड़ा नहीं है, खुदावन बड़ा है. അതിനുശേഷം ഇന്ന് വരെ ഞാൻ പട്ടിണി ഇരിക്കേണ്ടി വന്നിട്ടില്ല. उसके बाद से आज तक का मैं कभी भूखा नहीं रहा. ആമേൻ. എനിക്ക് ഒരേ ഒരു ഭാഷ മാത്രമേ അറിയുള്ളൂ. मेरे को एक ही भाषा मालूम है. ഈ ഒരു ഭാഷ കൊണ്ട് ये एक भाषा से 72 കൺട്രീസിൽ ഞാൻ ജേർണി ചെയ്തു. 72 कंट्रीज में पास जी गए. ജീസസ് വലിയവനാണ്. हम यीशु मसीह बड़ा है.
യേശു വലിയവനാണ്. यीशु मसीह बड़ा है. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. आपके जीवन में वो अद्भुत कार्य करने वाला है. ഈ യേശു ആരാണ്? ये यीशु मसीह कौन है? അവൻ വലിയവനാണ്. वो बड़ा है. അവൻ അത്ഭുത മന്ത്രിയാണ്. वो अद्भुत कार्य करने वाला है. അവൻ വീരനാം ദൈവമാണ്. वो बड़ा परमेश्वर അവൻ है. നിത്യ പിതാവാണ്. वो अनंत जीवन का അവൻ पिता है. സമാധാന പ്രഭുവാണ്. अमीन वो समाधान देने वाला है. രാജാധി രാജാവാണ്. वो राजा है. വെണ്ണയും ചുവപ്പുമുള്ളവൻ. हालेलुया वो खूबसूरत राजा है. ആ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. वो यीशु मसीह आज हमारे बीच में आया है. ഹല്ലേലൂയ. हालेलुया നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഗ്ലോറി കാരിയറാണ്. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. आप यहाँ पे बैठे हुए हर एक व्यक्ति जो है परमेश्वर का महिमा लेके चलने वाले हैं. आप जहां जहां पर जाएंगे परमेश्वर का अद्भुत कार्य करने वाला है.